ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റസ്മിൻസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ സ്വീറ്റാണ്. കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഉണർത്തുന്ന തേങ്ങാ മിഠായിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തേങ്ങാ മിഠായി ഉണ്ടാക്കിയെടുക്കാൻ ഞാനിവിടെ 1.5 കപ്പ് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് ചെറിയ തരിയോടുകൂടി നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. പിന്നെ തേങ്ങ നല്ലോണം അരഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ തരികളുണ്ടെങ്കിൽ നമുക്കിത് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഞാനിപ്പോൾ തേങ്ങയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 200 ഗ്രാം ശർക്കരയാണ്. നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. അതിനായി നമുക്കിതൊരു പാനിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കര എല്ലാം നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മറ്റൊരു പാനിലേക്ക് അരിച്ചൊഴിക്കാം. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിന് ലോ ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്കിതിലേക്ക് 1/4 കപ്പ് വറുത്ത അരിപ്പൊടി, 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് ഒന്നുകൂടി നന്നായി വറ്റിച്ചെടുക്കാം. ഇതിപ്പോൾ പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി ഷേപ്പ് ചെയ്തെടുക്കാനായി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറിയ ചൂടോടെ തന്നെ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ ബോട്ടിലിൻ്റെ 2 ടോപ്പുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ ടോപ്പിൽ കുറച്ച് മിക്സ് വെച്ച് പ്രസ് ചെയ്ത് ചെറിയ ടോപ്പ് കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഷേപ്പ് ആക്കിയെടുക്കാം. ഷേപ്പ് ചെയ്യുന്ന സമയത്ത് അടപ്പിൻ്റെ ഉള്ളിൽ നിന്ന് മിക്സ് കിട്ടുന്നില്ലെങ്കിൽ ഇതുപോലെ ചുറ്റും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ തേങ്ങാ മിഠായി എല്ലാം നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പൊട്ടിക്കുമ്പോൾ തന്നെ കാണാം നല്ല കറക്റ്റ് ടെക്സ്ചർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.